ഓഡിബിൾ ആണല്ലോ അച്ഛാ? താങ്ക് യു. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സഹോദരൻ റെനീച്ചൻ, മറ്റ് സഹോദരന്മാരെ, വളരെ ഔപചാരികമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിക്കുന്നത്. ആദ്യമേ തന്നെ നന്ദി പറയുന്നു റെനീച്ചിനോട്, പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരു വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവിൽ, അതോടൊപ്പം തന്നെ കുറ്റൂർ ഇടവകയിൽ MGOCSത്തിലെ സഹോദരന്മാരോടുള്ള സ്നേഹവും ആദ്യമേ അറിയിക്കുന്നു. എനിക്ക് ലഭിച്ചിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എംപതി എന്നുള്ളതാണ്. എംപതി എന്നുള്ള വാക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് സഹാനുഭൂതി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലിറ്ററലായിട്ട് പറയുവാണെങ്കിൽ തന്മയി ഭാവ ശക്തി, മറ്റൊരുവന്റെ വ്യക്തിത്വമായിട്ട് താതാത്മ്യം നേടാനുള്ള കഴിവ്, സമഷ്ടി സ്നേഹം, അങ്ങനെ വളരെ വിപുലമായ പദസമ്പത്ത് എംപതിക്ക് ഉപയോഗിക്കാറുണ്ട്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനെ ഒരു ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു ഡിക്ഷണറി മീനിങ്ങിൽ വരുന്നത്. ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദി ഫീലിംഗ്സ് ഓഫ് അനദർ പേഴ്സൺ എന്നുള്ളതാണ്. ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷെയറിങ് വൺസ് ഫീലിംഗ്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാവുന്നത് ഇറ്റ് ഇൻവോൾവ്സ് പുട്ടിങ് യുവർസെൽഫ് ഇൻ someone else's shoes and seeing things from their perspective. മറ്റൊരു വ്യക്തിയുടെ ലോകത്തിലേക്ക്, മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവിടെ നിന്നുകൊണ്ട് ആ വ്യക്തിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ, ആ വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആ വ്യക്തി കടന്നു പോകുന്ന അനുഭവങ്ങളെയും, അതോടൊപ്പം തന്നെ സന്തോഷമായാലും ദുഃഖമായാലും അതിലൂടെ ഒന്ന് കടന്നു പോകുന്ന അനുഭവത്തിൻ്റെ ഒരു അങ്ങനെയുള്ള ആ വികാരങ്ങളെ നമുക്ക് പങ്കുവെക്കുകയാണ് എംപതിയിലൂടെ ചെയ്യുന്നത്. And that's why it says empathy allows us to connect with others on a deeper level, to feel their pain or joy, and to respond in a way that is appropriate and helpful. അത് ഇവിടെ കണക്ട് എന്നുള്ള ഒരു വാക്ക് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ആണ് എന്ന്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഷെയറിങ്. കുറെ വർഷത്തിന് മുമ്പ്, ഏകദേശം 25 വർഷത്തിന് മുമ്പ് വായിച്ചൊരു പുസ്തകമാണ് ഇത്. ഹലോ അച്ഛാ, കേൾക്കാമല്ലോ അല്ലേ? ഹലോ അച്ഛാ, ഫൈൻ. ഇത് വായിക്കുന്ന യുവതലമുറയിലെ ആൾക്കാർ വിചാരിക്കും ഈ മനുഷ്യൻ വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. തീർച്ചയായിട്ടും ഞാൻ ഔട്ട്ഡേറ്റഡ് ആണ്. എന്നാൽ 25-30 വർഷത്തിന് മുമ്പ് വായിച്ച ഒരു അന്നത്തെ ഒരുപക്ഷെ ശിവഖേര എന്ന് പറയുന്ന മോട്ടിവേഷൻ ട്രെയിനർ ഇന്ത്യയിലെ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. റോബിൻ ശർമ്മനെ പോലെ തന്നെ ഇന്ത്യയിലെ തുടക്കത്തില് വെസ്റ്റിലെ ഡീൽ കാർണഗിയും റോബിൻസണും ഒക്കെ തുടങ്ങി എന്ന് പറയുന്നത് പോലെയാണ് ശിവഖേര ഇന്ത്യയില് തുടങ്ങുന്ന ഒരു മോട്ടിവേഷണൽ ട്രെൻഡ്. അദ്ദേഹത്തിന്റെ യു ക്യാൻ വിന്നില് വായിച്ചിട്ടുണ്ടായിരിക്കാം. ഈ 2 തരത്തിലാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഫീൽ, ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഫീൽ എന്ന അതൊരു സിമ്പതറ്റിക് അപ്രോച്ച് ആണെങ്കിൽ, രണ്ടാമത്തേത് എംപതിയാണ്. നമ്മളുടെ ഫോക്കസ് ഐ ഫീൽ ഹൗ യു ഫീൽ എന്നുള്ളതാണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങും ഫീലിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യസ്തതയാണ് സിമ്പതിയും എംപതിയും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് ഈ മോട്ടിവേഷണൽ ട്രെയിനർ മുന്നോട്ട് വെക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സൈക്കോളജിക്കൽ പഠനം നടത്തുകയും അതോടൊപ്പം തന്നെ അതിൽ ഗവേഷണമൊക്കെ നടത്തുന്നവർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരായിരിക്കാം ബ്രൈൻ ബ്രൗണിന്റെ പേര്. ബ്രൈൻ ബ്രൗണിന് ഈ എംപതിയെ കുറിച്ച് വളരെയധികം എഴുതിയിട്ടുണ്ട്. അവരുടെ പഠനങ്ങളൊക്കെ വളരെയധികം പോപ്പുലർ ആണ്, പോപ്പുലർ ലെവലിൽ ഉണ്ട്. ഈ ബ്രൗൺ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഫീലിംഗ് ഫോർ പീപ്പിൾ ആൻഡ് ഫീലിംഗ് വിത്ത് പീപ്പിൾ
എന്നാണ്. സിമ്പതി എന്ന് പറയുന്നത് ഫീലിംഗ് ഫോർ പീപ്പിൾ, മനുഷ്യന് വേണ്ടി നമ്മൾ സിമ്പതറ്റിക് ആകുന്നു. സിമ്പതി ഈസ് ഐ ആം ഫീലിംഗ് ഫോർ യു എന്നുള്ളതാണ്, ഫോർ പീപ്പിൾ. എന്നാൽ എംപതി, വെൻ ഇറ്റ് കംസ് ടു ദ മാറ്റർ ഓഫ് എംപതി, ഹിയർ ഇറ്റ്സ് എംപതി ഈസ് ഐ ആം ഫീലിംഗ് വിത്ത് യു. ഞാൻ നിങ്ങളോടൊപ്പമാണ്, ഞാൻ നിങ്ങളെ ചേർത്ത് നിർത്തുന്നു, നിങ്ങളുടെ വിചാര ലോകത്ത്, നിങ്ങളുടെ അനുഭവത്തിന്റെ ലോകത്ത് നിങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. While sympathy drives disconnection, empathy fuels connection. ഇവിടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, സിമ്പതി എന്ന് പറയുന്നത് പലപ്പോഴും ഡിസ്കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ആ താൽക്കാലികമായ സമയത്തിലേക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു വികാരവും, എംപതി എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് കണക്ടിവിറ്റി ആണ് എന്നുള്ളതാണ്. ഈ ഒരു എംപതി എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നിൽക്കുന്ന ചുരുക്കം ചില കോണ്ടെക്സ്റ്റുകളെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, അത് മാക്രോ ലെവലിലായാലും മാക്രോ ലെവലിലായാലും അത് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാർൽ മാർക്സിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കോണ്ടെക്സ്റ്റ് മേക്സ് കോൺഷ്യസ്നസ്. അവബോധങ്ങളെ സൃഷ്ടിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ഉള്ള അറിവാണ് അവബോധങ്ങളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കം ചില കോണ്ടെക്സ്റ്റുകൾ, സാഹചര്യങ്ങളെ കുറിച്ച് ഒന്ന് മാത്രം ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് തുടരാം. ഇന്ന് നിലവിലുള്ള നമ്മുടെ സാമൂഹിക പരിസ്ഥിതിയിൽ വളരെയധികം പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഒന്ന്, ഒരു വല്ലാത്ത ഭയത്തിന്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഫോബിയ എന്നുള്ളത്. രണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ അടുത്തല്ലെങ്കിൽ പോലും അനേക ആയിരം കാലം അപ്പുറമാണെങ്കിൽ പോലും യുദ്ധത്തിന്റെ കെടുതിയും ഭീകരതയും നമ്മളുടെ മനസ്സിലും വല്ലാതെ പ്രതിസന്ധികൾ, കരുതലുകൾ വീഴ്ത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഫോബിയയുമായിട്ട് ചേർത്ത് വെക്കേണ്ട ഒന്നാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് അല്ലെങ്കിൽ വാർപ്പ് മാതൃകകൾ എന്നുള്ളത്. മറ്റ് ഒന്ന് വളരെയധികം സാധാരണമായിട്ട് സംസാരിക്കുന്നതാണ് പോസ്റ്റ് എവറിത്തിങ്, അല്ലെ പോസ്റ്റ് റിലീജിയൻ, പോസ്റ്റ് ട്രൂത്ത്, ഇത്തരത്തിലുള്ള ചിന്തകൾ. മറ്റൊന്ന് മൈഗ്രേഷൻ, നമ്മൾ പുറത്തേക്ക് പോകുന്നു, അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പുറത്തുനിന്ന് ആൾക്കാർ കടന്നു വരുന്നു എന്നുള്ളതാണ് ഫോബിയ. ഫോബിയ പലതരത്തിലുള്ള പേടികളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. particularly social and cultural ones like xenophobia. Xenophobia എന്ന് പറയുന്നത് hatred towards the strangers. അത് ഹോസ്പിറ്റാലിറ്റിക്ക് എതിരായിട്ടുള്ള ഒന്നാണ് xenophobia. അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയും വളരെ വ്യത്യസ്ത തരത്തിലുള്ള പെർസ്പെക്റ്റീവുകൾ ഉണ്ടാകുന്ന ഇസ്ലാമോഫോബിയ തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഫിയർ ബേസ്ഡ് റിയാക്ഷൻ ടു പെർസീവ്ഡ് അതർനെസ്. ഒരു വ്യക്തി, നമ്മളിൽ നിന്ന് അപ്പുറത്തുള്ള ഒരു വ്യക്തി ചിന്തയിലും ഭാഷയിലും വസ്ത്രധാരണത്തിലും ഭക്ഷണ ക്രമത്തിലും മതവിശ്വാസത്തിലും ആത്മീയതയിലും വ്യത്യസ്തനാണെങ്കിൽ അവരെ നാമത്തില് അപരത്വം നാം ചാർത്തി കൊടുക്കുകയും അതിൽ നിന്ന് നാം പലപ്പോഴും പല തരത്തിലുള്ള ബയാസുകള്, മിസ്ഇൻഫോർമേഷൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്ന വാർപ്പ് മാതൃകകളെ നാം സൃഷ്ടിക്കുന്നത്. സ്റ്റീരിയോ ടൈപ്പിംഗ് ഇന്ന് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വളരെ നമ്മളിൽ നിന്ന് അപ്പുറത്ത് നിൽക്കുന്ന, വ്യത്യസ്തമായി നിൽക്കുന്ന ഏതിനെ കുറിച്ചും നമ്മൾ ചില ആറ്റിറ്റ്യൂഡുകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് മാധ്യമങ്ങളിലാകാം, സിനിമയിലാകാം. അതിന്റെ നല്ലൊരു ഉദാഹരണം ഈ 60, 70, 80കളിലെ സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവികളായാലും
ഇംഗ്ലീഷ് മൂവിയിൽ ഇപ്പോഴും ഹോളിവുഡിലും ഒക്കെ ഈ ഗാങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രങ്ങളെല്ലാം കറുപ്പ് വംശജരാണ്. മലയാള സിനിമയിലെ 80കളുടെ അവസാനവും ഒക്കെ ഇറങ്ങിയിട്ടുള്ള സിനിമകളിലെ ഒരു സ്റ്റീരിയോടൈപ്പിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്തെ പുരോഹിതന്മാരെന്ന് പറയുന്നത് വെറും മണ്ടന്മാരും ഇങ്ങനെ ഒരുതരം കോമാളി വേഷക്കാരുമായ വ്യക്തികളാണ്. ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്പിംഗ് മാധ്യമങ്ങളിലായാലും വാർത്തകളിലായാലും കലാരൂപങ്ങളിലായാലും പടർന്ന് പന്തലിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ചില വ്യക്തികളെ തീവ്രവാദി എന്നും ചില വ്യക്തികൾക്ക് അറിവില്ലാത്തവരെന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതും ചാർത്തി കൊടുക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെയാണ് എംപതി ഈ ഒരു സ്റ്റീരിയോടൈപ്സിന് അപ്പുറത്തേക്ക് ടു സീ ബിയോണ്ട് സ്റ്റീരിയോടൈപ്സ് എൻകറേജിങ് personal connections and deeper understanding of others' unique experience. വ്യക്തിത്വത്തെ അവരുടെ ലോകത്തിലേക്ക് കടന്നു ചെല്ലുവാനും ആ വ്യക്തിയായിട്ടും അയാളുടെ സാമൂഹിക സാംസ്കാരിക ആത്മീയ മൂല്യങ്ങളെ ബഹുമാനിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമം എംപതിയിലൂടെ ലഭിക്കും എന്നുള്ളത് കൂടെ ചിന്തിക്കുകയാണ്. യുദ്ധം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് large scale conflict often stems from or exacerbates a lack of empathy. ഇവിടെ യുദ്ധത്തില് രണ്ട് തരത്തിലുള്ള വിക്ടിംസ് ഉണ്ട്. യുദ്ധം നടത്തുന്നവരും ഒരു പരിധിവരെ വിക്ടിമാണ്, ഇരയാകുന്നവരും അതുപോലെ തന്നെ. രണ്ട് തരത്തിലുള്ള ഇരകളെ ഇവിടെ സൃഷ്ടിക്കുന്നു എന്നുള്ളതും നാം ചിന്തിക്കേണ്ട ആണ് എന്നുള്ളതാണ്. ആൻഡ് പോസ്റ്റ് എവറിത്തിങ്, സത്യാനന്തര കാലത്തെ കുറിച്ച് അല്ലെങ്കിൽ പോസ്റ്റ് ഐഡിയോളജി, പോസ്റ്റ് ട്രൂത്ത്, പോസ്റ്റ് റിലീജിയൻ, ഇങ്ങനെയുള്ള ഒരു കാലത്ത് വ്യത്യസ്തമായ നറേറ്റീവ്സും ഈ ചിത്രീകരണങ്ങളും കടന്നു വരുമ്പോൾ ഇവിടെ ഒരു ഡിസ്കണക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മൈഗ്രേഷനാണ്. മൈഗ്രേഷൻ വോളണ്ടറി ആകാം, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിക്കോ സാധ്യതകൾക്കോ ജോലി സാധ്യതകൾക്കോ അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിനോ വേണ്ടി കടന്നു പോകലാണ്. ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കൾച്ചറൽ ക്ലാഷസ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, റെസിസ്റ്റൻസ് ഫ്രം ഹോസ്റ്റ് കമ്മ്യൂണിറ്റീസ്. ഇത് മലയാളികളെ കുറച്ച് നാളായിട്ട് അനുഭവിക്കുന്ന ഒന്നാണ്. പണ്ട് ഗൾഫിലേക്കുള്ള മൈഗ്രേഷന് ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷനും മറ്റു തരത്തിലുള്ള മൈഗ്രേഷന്റെ വ്യഥകള് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് കുടിയേറുന്നവർ മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒക്കെ നമ്മുടെ ഒരു കാലത്ത് വളരെ അത്യന്താപേക്ഷിതമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതും ആയ ഒരു ഉത്തരവാദിത്വമായിട്ട്, റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഈ ടോപ്പിക് ഇവിടെ കടന്നു വരുന്നത് ഒരു സ്കില്ല്, സോഷ്യൽ സ്കില്ല് എന്നുള്ള രീതിയിലാണ്. എന്നാൽ എൻ്റെ ഒരു ചിന്തയിൽ ഇതിന് ഒരു സ്കില്ലിനപ്പുറത്തേക്ക് ഇതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു തലമുണ്ട്. സ്കില്ലുകൾ പലപ്പോഴും നമുക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങളെ സൃഷ്ടിക്കുവാനും നേട്ടങ്ങൾ കൈവരിക്കുവാനും ഉള്ളതായിട്ട് അതിനെ ചുരുക്കാറുണ്ട്. എന്നാൽ ഇതിനൊരു ആത്മീയതയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആത്മീയതയുടെ ഒരു വശമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു മോറൽ, എത്തിക്കൽ, അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടൂടെ ഈ എംപതി എന്നുള്ള ടോപ്പിക്കിനുണ്ട് എന്നുള്ളതും കൂടെ നാം ചിന്തിക്കേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലെ കുറിച്ച് ഞാനൊന്ന് റിനീജൻ തന്ന സ്ലൈഡുകൾ നോക്കുമ്പോൾ ഇമോഷണൽ ഇന്റലിജൻസ് ഒരു ഭാഗം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-15 ഒരു 2000-ന്റെ തുടക്കത്തിൽ ആണോ അതോ 90കളുടെ അവസാനമാണെന്ന് തോന്നുന്നു, ഡാനിയൽ ഗോൾമാൻ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് മുന്നോട്ട് വെക്കുന്ന ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ബുക്ക് ഇന്നും 10-30 വർഷവും 25 വർഷത്തിനും ശേഷവും വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. 4 തരത്തിലുള്ള ക്വാഡ്രാന്റുകളെ ഈ ഡാനിയൽ ഗോൾമാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ എംപതി ഈ ഒരു ഭാഗമാണ്.
ഈ ക്വാഡ്രാങ്കിളില് ഒന്ന് സെൽഫ് അവയർനെസ് ആണ്, 2 സോഷ്യൽ അവയർനെസ് ആണ്, 3 സെൽഫ് മാനേജ്മെന്റ് ആണ്, 4 റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. ഈ ക്വാഡ്രാങ്കിളില് സോഷ്യൽ റിലേഷണൽ അല്ലെങ്കിൽ സോഷ്യൽ അവയർനെസ്സിലാണ് എംപതി എന്നുള്ള ഏരിയ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല, ഓൾറെഡി ഡിസ്കസ് ചെയ്യപ്പെട്ട ഒന്നാണ്. എന്നാൽ ഇന്ന് വളരെയധികം എങ്ങനെയാണ് നമ്മളുടെ ഇമോഷൻസിനെ ഫലപ്രദമായിട്ട് നമുക്ക് എങ്ങനെ ടാപ്പ് ചെയ്യാം, അതിനെ ചാനലൈസ് ചെയ്യാം, ക്രിയേറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇമോഷണൽ ഇന്റലിജൻസിൽ പ്രധാനമായിട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കോർപ്പറേറ്റ് ലെവലിലായാലും എവിടെയും ഇമോഷണൽ ഇന്റലിജൻസിന് അതിൻ്റെതായിട്ടുള്ള വലിയൊരു പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്. ഈ എംപതിയെ 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് കോഗ്നിറ്റീവ് ലെവലിലാണ്. കോഗ്നിറ്റീവ് ലെവലില് എംപതി ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് സംവൺസ് പെർസ്പെക്റ്റീവ് ആൻഡ് തോട്ട്സ് എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ചിന്തകളെ കുറിച്ചും കടന്നു പോകുന്ന അനുഭവങ്ങളെ കുറിച്ചുമുള്ള ഒരു അറിവാണ് കോഗ്നിറ്റീവായിട്ടുള്ള ഒരു ഡയമെൻഷൻ. മറ്റൊന്ന് ഇമോഷണൽ എംപതിയാണ്. ഇൻവോൾവ്സ് ഫീലിംഗ് സംവൺസ് ഇമോഷൻസ് അലോങ് വിത്ത്. ബ്രൗണ് പറയുന്ന പോലെ വിത്ത് ആൻഡ് ഫോർ എന്നുള്ളത്. ഇമോഷണൽ എംപതി ഇൻവോൾവ്സ് ഫീലിംഗ് സംവൺസ് ഇമോഷൻസ് എലോങ് വിത്ത് ദം എന്നുള്ള ബ്രൗണിന്റെ വാക്കുകൾക്ക് സമാനമായ ഒന്നാണ് ഡാനിയൽ ഗോൾഡ്മാനിൽ നിന്ന് ലഭിക്കുന്നത്. ഇമോഷണൽ എംപതി ഇൻവോൾവ്സ് ഫീലിംഗ് സംവൺസ് ഇമോഷൻസ് എലോങ് വിത്ത് എന്നുള്ളത്. മൂന്നാമത്തേത് കമ്പാഷനേറ്റ് എംപതി എന്നുള്ളതാണ്. കമ്പാഷനേറ്റ് എംപതി ഇൻവോൾവ്സ് ഫീലിംഗ് സംവൺസ് ഇമോഷൻസ് and being motivated to take action to help them എന്നുള്ളത്. കോഗ്നിറ്റീവ് ആയാലും ഇമോഷണൽ ആയാലും കോഗ്നിറ്റീവ് ആ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു തലം, ഇമോഷണൽ എംപതി അതിനെ പങ്കുവെക്കുവാനുള്ള തലം. എന്നാൽ വളരെ നമ്മൾക്ക് അധികം ഉത്തരവാദിത്വത്തോടു കൂടി കാണേണ്ടതും നമുക്ക് ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് കമ്പാഷനേറ്റ് എംപതി എന്ന് പറയുന്നത്. ഫീലിംഗ് സംവൺസ് ഇമോഷൻസ് ആൻഡ് ബീയിങ് മോട്ടിവേറ്റഡ് ടു ടേക്ക് ആക്ഷൻ ടു ഹെൽപ്പ് ദം. ഇവിടെ 2 ലെവലിലാണ് ഈ കമ്പാഷനേറ്റ് എംപതി വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഒരു കോഗ്നിറ്റീവ് ലെവലിൽ ഒരു ഇമോഷണൽ ലെവലിലുള്ള ഷെയറിങ്ങും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ at the same time there comes a kind of motivation to take action to help them എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ എങ്ങനെ സഹായിക്കാം എന്നുള്ള ഒരു വലിയ ഒരു ആക്ഷൻ ഓറിയന്റഡ്, ഒരു പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ. മറ്റൊന്ന് കമ്പാഷനേറ്റ് എംപതിയെ കുറെ കൂടെ വിശദമായിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത്, it refers to the ability not only to understand another person's emotions. ഒരു കോഗ്നിറ്റീവ് ലെവലിൽ ഒരു സാധാരണ മനസ്സിലാക്കലിലും മനസ്സിലാക്കപ്പെടലിലും മാത്രം അതിനെ നിർത്തുന്നില്ല എന്നുള്ളത്. 2, and feel what they are experiencing. ആ ഒരു എക്സ്പീരിയൻഷ്യൽ ലെവലിലും മാത്രം കാണുന്നില്ല. അപ്പോൾ കോഗ്നിറ്റീവ് ലെവലിലും ഇമോഷണൽ ലെവലിലും മാത്രം ലിമിറ്റ് ചെയ്യാതെ, but also to take action to alleviate the suffering or improve the situation. അവിടെയാണ് ഈ കമ്പാഷനേറ്റ് എംപതിയുടെ ഒരു പഞ്ച് ലൈൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. alleviate the suffering or improve the situation. How to improve one's situation? അവിടെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? What is our response for alleviating somebody else's suffering and improving the situation എന്നുള്ളതാണ്. അതുകൊണ്ട് കോഗ്നിറ്റീവ് ലെവലിലും ഇമോഷണൽ ലെവലിലും മാത്രം അല്ല, അതിലപ്പുറത്തേക്ക് ഒരു എംപതിയുടെ ആസ്പെക്റ്റിൽ ഉണ്ടാകുന്നെങ്കിൽ
അതൊരു കമ്പാഷനേറ്റ് എംപതി എന്നുള്ള ലെവലിലാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആക്ഷൻ ടു അലിവേറ്റ് ദ സഫറിങ് ഓഫ് വൺസ് ഓൺ, ഇംപ്രൂവ് വൺസ് ഓൺ സിറ്റുവേഷൻ എന്നുള്ളതാണ്. 3 ലെവലിലാണ് ഈ കമ്പാഷനേറ്റ് എംപതിയെ കാണാൻ സാധിക്കുന്നത്. It is often described as the highest form of empathy because it combines understanding, feeling, and doing. Understanding, feeling, and doing. Okay. ഈ കമ്പാഷനേറ്റ് എംപതിയെ കുറിച്ച് എൻ്റെ മനസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ കുറെ വർഷത്തിനു മുമ്പ് ഞാൻ വായിച്ചതും ഇപ്പോഴ് ഒരു പക്ഷേ ഒരു ധ്യാനം പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന ഒരു ഓഥറുണ്ട്. നിങ്ങൾ പലർക്കും ഫെമിലിയർ ആണ്, കസിൻസാക്കസ്. കസിൻസാക്കസിന്റെ റിപ്പോർട്ട് ടു ഗ്രെക്കോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്കുണ്ട്. കസിൻസാക്കസ് ഒരേ സമയത്ത് ഒരു വലിയ എഴുത്തുകാരനും എന്നാൽ ചില അവസരങ്ങളിൽ ഒരു കോൺട്രോവേഴ്സിയൽ ആയിട്ടുള്ള ഒരു ഫിഗറുമായി മാറുന്ന വ്യക്തിയാണ്. സോബാദ ഗ്രീക്ക് എന്ന് പറയുന്ന ആ ഒരു നോവലിലൂടെ ഒരു പക്ഷേ അതിനെ മറികടക്കുവാൻ ആർക്കെങ്കിലും ആ ഒരു കഥാപാത്ര സൃഷ്ടിയിൽ സോബ എന്ന് പറയുന്ന കഥാപാത്രത്തെ മറികടക്കുവാൻ ഇന്നും ലോകത്തിലെ ഫിക്ഷൻ റൈറ്റേഴ്സിന് സാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫ്രാക്ടിസൈഡ്സ്, അതുപോലെയുള്ള മറ്റ് ലിയോണെ ഡയറി, ഇങ്ങനെയുള്ള ഒഡീസി, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ. എന്നാൽ ഈ കസിൻസാക്കസിന്റെ റിപ്പോർട്ട് ടു ഗ്രെക്കോയില് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽ മരണം വരെയുള്ള അതിന്റെ ഒരു ഓട്ടപ്രദർശനമാണ്. വ്യത്യസ്തമായ കാലങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ചെറിയ കഥയെന്ന് പറയുന്നത് പലപ്പോഴും ഈ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് പെട്ടെന്ന് ഓർത്തെടുക്കുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ യാത്രകൾക്കിടയിൽ ഗ്രീസിലൂടെയുള്ള ക്രേറ്റിലെ ആ യാത്രകൾക്കിടയിൽ നടന്ന് ആണ് അദ്ദേഹത്തിന്റെ യാത്രകൾ മുഴുവനും. വൈകുന്നേരം സായാഹ്നത്തില് എവിടെയെങ്കിലും ഒരു ഗ്രാമത്തില് എവിടെയെങ്കിലും ആരുടെയെങ്കിലും അതിഥിയായിട്ട് കഴിയുന്ന അവര് പിറ്റേ ദിവസം യാത്ര തുടരും. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തില് അദ്ദേഹത്തെ കടന്നു ചെന്ന ഗ്രാമത്തിൽ എങ്ങും തന്നെ അവസരം ലഭിക്കാതെ വന്നപ്പോൾ അത് വളരെ പ്രയാസപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വീട്ടില് വിളക്ക് കണ്ട് അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ വാതിൽ മുട്ടുമ്പോൾ കുറേയേറെ സമയം അദ്ദേഹത്തിന് കാത്തു നിൽക്കേണ്ടി വന്നു ആ വീട്ടുടമസ്ഥൻ കതവ് തുറക്കാൻ. കതവ് തുറക്കുമ്പോൾ ഗ്രാമത്തിലെ ഒരു പുരോഹിതനാണ് അദ്ദേഹം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മക്കാരിയോസ് എന്നാണ് ആ പുരോഹിതന്റെ, ആ ഗ്രീക്ക് ഓർത്തഡോക്സ് വൈദികന്റെ പേര് എന്നുള്ളത്. എന്തായാലും അദ്ദേഹം കതവ് തുറക്കുമ്പോൾ ഒന്ന് ഈ അതിഥിയെ, യാത്രികനെ അകത്തേക്ക് കയറ്റുകയും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇരുത്തുകയും ചെയ്തു. എന്നാൽ കസിൻസാക്കസിന് ഒരു കാര്യം മാത്രം വളരെ വ്യത്യസ്തത തോന്നി. അവിടെ വളരെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വല്ലാത്ത നിശബ്ദതയുണ്ട്. ഈ പുരോഹിതൻ തന്നെയാണ്, വീട്ടിൽ നിന്ന് ആരും ഇറങ്ങി വരുന്നില്ല, പുരോഹിതൻ തന്നെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിന് യാത്രാമൊഴി ചൊല്ലി അദ്ദേഹത്തെ യാത്രയാക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം സായാഹ്നത്തില് കടന്നു ചെല്ലുന്ന ഗ്രാമത്തിലെ അവരുടെ ഈ സായാഹ്ന ചർച്ചയ്ക്കിടയിൽ ഈ യാത്രികന്റെ തലേന്ന് ആളത്തെ താമസത്തെ കുറിച്ച് അവർ അന്വേഷിക്കുമ്പോൾ ഇന്ന ഗ്രാമത്തിലെ പുരോഹിതന്റെ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു വല്ലാത്ത നിശബ്ദതയും മുഖഭാവങ്ങളുടെ മാറ്റങ്ങളും കസിൻസാക്കസ് ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഒരാൾ മാത്രം ആ നിശബ്ദത ഭേദിച്ചുകൊണ്ട് പറയുന്നു, ആ പുരോഹിതന് ഒരേ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കഴിഞ്ഞ ദിവസം ആ കുട്ടി മരിച്ചു പോയിരുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് ഓർത്തെടുക്കുന്നുണ്ട്, ആ ഭവനത്തിൽ ആരും കടന്നു വരുന്നില്ല. ഒരുപക്ഷെ പുരോഹിതൻ സമയമെടുത്തത് വിങ്ങിപ്പൊട്ടി അലമുറയിടുന്ന കുടുംബാംഗങ്ങളെ ഈ യാത്രികന്റെ സുഖ സൗകര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ യാത്രികന് പ്രയാസം ഉണ്ടാക്കാത്ത തരത്തിൽ അകത്ത്
ആ മൃത ശരീരം പോലും ഒളിപ്പിച്ചു വെച്ച് ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ഒരു പുരോഹിതന്റെ ചിത്രം ഈ കസിൻ സാക്കിസ് റിപ്പോർട്ട് ഗ്രെക്കോയില് വരച്ചിടുന്നുണ്ട്. ഇവിടെ എന്റെ മനസ്സിൽ കടന്നു വരുന്ന രണ്ട് ചിന്തയാണ്. ഒന്ന്, അൺകണ്ടീഷണൽ ആയിട്ട് സാക്രിഫിഷ്യൽ ആയിട്ട് അവരിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു വ്യക്തി. അതേ സമയത്ത് തന്നെ നമ്മളിൽ പലരെ പോലെയും ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്ത സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വെച്ച് വീർപ്പ് മുട്ടുന്ന ഒരു വ്യക്തി. ഒരു ഡ്യുവൽ ഐഡന്റിറ്റി അവിടെ കാണുവാൻ സാധിക്കും. ഒരു സമയത്ത് വളരെ സാക്രിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ അവരിന് വേണ്ടി അൺകണ്ടീഷണൽ ആയിട്ട് അതിഥിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പുരോഹിതനും സ്വന്തം മകന്റെ ശരീരത്തെ ഒളിപ്പിച്ചു വെച്ചിട്ട് ആ വീർപ്പുമുട്ടലില് താങ്ങാത്ത വ്യസനത്തില് കുടുംബാംഗങ്ങളെ പോലും ഒളിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിന്റെ ഉള്ളിലെ ആ തിങ്ങലും വിങ്ങലും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരിനോട് ഒരു കമ്പാഷനേറ്റ് എംപതി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മോട് ഒരു കമ്പാഷനേറ്റ് എംപതി ഉണ്ടാകണ്ടേ എന്നുള്ളതാണ്. കമ്പാഷനേറ്റ് പേഴ്സണൽ ലെവലിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മോട് തന്നെ ഒരു കമ്പാഷൻ ഉണ്ടാകണം. സെൽഫ് കൈൻഡ്നസ്, നമുക്ക് നമ്മോട് തന്നെയുള്ള ഒരു അനുകമ്പ, ശാരീരികമായ ഫിസിക്കൽ സെൽഫ് കെയർ. അതോടൊപ്പം തന്നെ ഇന്ന് വളരെ പോപ്പുലർ ആകുന്ന പല മെഡിറ്റേഷൻ പ്രാക്ടീസസ് ഉണ്ട്. ഇന്ന് ഈസ്റ്റിലായാലും വെസ്റ്റിലായാലും ഏറ്റവും അധികം പോപ്പുലറായിട്ട് അറിയപ്പെടുന്നതും പലരും പ്രാക്ടീസ് ചെയ്യുന്ന ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻസിൽ ഒന്നാണ് മൈൻഡ്ഫുൾനെസ്, വാക്കിംഗ് മെഡിറ്റേഷൻ, വിപാസന. ഇത്തരത്തിൽ അവനവനെ അറിയുക, അവനവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുക. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള ജീസസ് പ്രേയർ പോലെയുള്ള പ്രാർത്ഥനാ ശകലങ്ങളും അതിൻ്റെ ഉരുവിടലും ജപമാലകളുടെ ആ ഒരു ആത്മീയമായ പ്രവർത്തികൾ, സ്പിരിച്വൽ പ്രാക്ടീസസ്, സെൽഫ് ഫോർഗീവ്നെസ്. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികം പൊറുക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. എത്തപ്പെട്ട സാഹചര്യത്തെ കുറിച്ച്, ഒരുപക്ഷെ നമ്മളുടെ തിരഞ്ഞെടുപ്പുകളിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്, നമ്മളുടെ പ്രതിസന്ധികളെ കുറിച്ച്, ചില സമയങ്ങളിൽ എടുക്കാൻ പറ്റാത്ത തീരുമാനങ്ങളെ കുറിച്ച്, അങ്ങനെയുള്ള നമുക്ക് നമ്മോട് ഉണ്ടാകുന്ന ഒരു വല്ലാത്ത തരത്തിലുള്ള പ്രയാസങ്ങളും നമ്മോടുള്ള വെറുപ്പും വിദ്വേഷവും ഉള്ളിൻ്റെ ഉള്ളിൽ തിങ്ങി നിറയുകയാണ് എന്നുള്ളതാണ്. അവിടെ നമുക്ക് നമ്മോട് തന്നെ ക്ഷമിക്കേണ്ടതുണ്ട്. അനദർ സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് നമ്മളെ തന്നെ ചില അവസരങ്ങളിലെങ്കിലും നമുക്ക് അനുമോദിക്കേണ്ടതും ഒന്ന് സ്വയം നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടതും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ചില നിമിഷങ്ങൾ നമുക്ക് ഉണ്ടായി എന്ന് തിരിച്ചറിയേണ്ടതും ആണ് എന്നുള്ളതാണ്. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സെൽഫ് കമ്പാഷനേറ്റ് ഒരു ലെവലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ആസ്പെക്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. കേവലം തിയറി പറഞ്ഞു പോവുക, ആശയങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നതിലും അപ്പുറത്ത് ഒരു സ്കില്ലില് ഡെവലപ്പ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ കമ്പാഷനേറ്റ് എംപതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രാക്ടിക്കൽ ലെവലിൽ എത്തുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കമ്പാഷനേറ്റ് കമ്പാനിയൻഷിപ്പ് എന്നുള്ള ലെവലിലേക്ക് പോകണം എന്നുള്ള കമ്പാഷനേറ്റ് കമ്പാനിയൻഷിപ്പ്. നമ്മുടെ ജീവിതത്തില് നമ്മോട് ചേർന്ന് നിൽക്കുന്നവരോട്, അവരിനോട്, സമൂഹത്തോട്, സുഹൃത്തുക്കളോട് ഇത്തരത്തിലുള്ള ഒരു കമ്പാഷനേറ്റ് കമ്പാനിയൻഷിപ്പ് എങ്ങനെ ഉണ്ടാകണം എന്ന് വളരെ വ്യത്യസ്തമാണ്. അത് നമ്മുടെ ക്രിയാത്മകത, നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതിന് വലിയ ഗൈഡ് ലൈൻസുകളോ അല്ലെങ്കിൽ അതിന് കൃത്യമായ നിയതമായ നിയമങ്ങളോ ഒന്നും സൃഷ്ടിക്കുവാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പൂനെയിലെ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന 20കളിലും തുടക്കത്തിലുള്ള കുട്ടികൾ, കുറച്ച് ചെറുപ്പക്കാരെ പരിചയപ്പെട്ടപ്പോൾ അവരുണ്ടാക്കിയെടുത്ത ഒരു കമ്പാഷനേറ്റ് കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് വൃദ്ധരായ മാതാപിതാക്കളെ അഡോപ്റ്റ് ചെയ്യുകയാണ്, ദത്തെടുക്കുകയാണ്. സാധാരണ കുട്ടികളെ ദത്തെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. ഇന്ന് മക്കളും കൊച്ചുമക്കളും ഒന്നും അടുത്തില്ലാത്ത
മാതാപിതാക്കളെ പോയി കാണുവാനും കൃത്യമായിട്ട് അവർക്ക് പരിചരണം കൊടുക്കുവാനും അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കുവാനും ഹോസ്പിറ്റലിൽ എത്തിക്കുവാനും വിശേഷ അവസരങ്ങളിൽ അവരെ കണ്ട് സന്തോഷവും ആശംസകളും അർപ്പിക്കാനുള്ള ഒരു മനസ്സാണ് അവർക്ക് ഉള്ളത്. അതൊരു കമ്പാനിയൻഷിപ്പിന്റെയാണ്. നമ്മുടെ ലിസ്റ്റുകൾ വളരെയധികം നീട്ടാൻ പറ്റും. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ എവിടെ പ്രവർത്തിക്കുന്നു, നമ്മൾ എവിടെ ആയിരിക്കുന്നു, അവിടെയൊക്കെ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. അത് നമുക്ക് നമ്മുടെ സുഹൃത്ത് വലയത്തിൽ, നമ്മുടെ ഭവനങ്ങളിൽ, ഇടവുകളിൽ, വർക്കിംഗ് സ്പേസിൽ, സോഷ്യൽ സ്പേസിൽ എവിടെയായാലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവസാനമായിട്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതിന് മുമ്പ് മറ്റൊരു കമ്പാനിയൻഷിപ്പ് ഇതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ കാണിച്ച് അവസാനിപ്പിക്കുന്നു. റിനേജ, ഇത് പ്ലേ ചെയ്യാൻ പറ്റുമായിരിക്കും? ഹലോ അച്ഛാ. ഓക്കെ, അല്ല സമയം ഉണ്ടല്ലോ അല്ലേ? 2 മിനിറ്റേ ഉള്ളൂ. 世界的にも認知症っていうのは誤解されてるところがあるのかなというふうに思うんですけれども、認知症になったら何もできなくなってしまう。で、時に社会から認知症が隔離されてしまう。そうじゃなくって、認知症の人たちと一緒に普通の暮らしができる。そういった寛容な社会を作りたいというふうに思ってました。We opened a limited period pop-up restaurant where all the waiting staff are dementia patients. And what do we call ourselves? ごめんなさい、これ。これちょっと忘れるやけど、ごめんなさいね。こっちもなんだっけ、言えないですよね。おしゃれでお料理がすごく美味しく、でもその結果間違えてしまったら笑ってごめんねって全然いいですよって言える、そういうコミュニケーション。が一番大事。看板掲げることで間違えてもまあいいかっていう認知症があってもなくても心がとても軽くなる、ハッピーな空気が生まれたんだな。間違えてなんかユーモラスでカットしました。注文間違えるレストランがあってもいいじゃないか。誰にでも普通のことなんだというふうに受け止められれば全く問題なく関係を結べるから。Companies have taken notice and want to participate. この料理店の中で起きたことが社会全体に広まったら誰もが生きやすい社会になるんじゃないかなって思います。Okay, restaurant of mistaken orders. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇതിന്റെ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. ഡിമെൻഷ്യ ബാധിച്ച വ്യക്തികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ജപ്പാനിലെ ഒരു സംരംഭമാണ് റെസ്റ്റോറന്റ് ഓഫ് മിസ്റ്റേക്കൺ ഓർഡേഴ്സ്. പലപ്പോഴും സഹതാപങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ കെയർ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇടങ്ങളിൽ ഒതുക്കുന്ന അല്ലെങ്കിൽ അവരെ അവിടെ കൃത്യമായിട്ട് അവിടെ ബന്ധസ്ഥരാക്കുന്ന ഒരു ശൈലിയിൽ നിന്ന് അവരിലുണ്ടാകുന്ന തെറ്റുകള് കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ഇവിടെ പറയുന്നുണ്ട് 37% ഓർഡേഴ്സ് ഈ ഡിമെൻഷ്യ ബിയറേഴ്സ് തെറ്റിച്ചാണ് കൊടുക്കുന്നത്. എങ്കിലും അവരോടുള്ള സ്നേഹം കൊണ്ട്, അവരോടുള്ള എമ്പതി കൊണ്ട്, അവരോടുള്ള കമ്പാഷൻ കൊണ്ട് ആ മാറി വരുന്ന വിഭവങ്ങൾക്കൊന്നും തന്നെ രുചിയില്ലാത്തതോ അതിൻ്റെ വ്യത്യസ്തതയോ ഒന്നും തന്നെ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു കമ്പാനിയൻഷിപ്പ് നമുക്ക് ഈ ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനൊരു അവസരം തന്ന പ്രിയ സുഹൃത്തിനോടും ഈ ഓർഗനൈസേഷനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
Hello? Sure. Okay, we develop empathy in children. ഈ ഞാനിതിനെ കാണുന്നത് എമ്പതി എന്നുള്ളത് ഒരു സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിലുപരിയായിട്ട് ഇതിന് ചില മോഡലുകളെ സെറ്റ് ചെയ്യുന്നതിലൂടെയാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നു സ്പിരിച്വാലിറ്റി, ചർച്ച്, അതുപോലെ ഉള്ളതിന് ടീച്ചേഴ്സ്, ഇവരുടെ ഒരു സ്പേസ് എന്ന് ഞാൻ പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് അത് നറീഷ് ചെയ്യേണ്ടതും അത് ആ ഒരു ഗ്രൂമിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തു വരേണ്ടതുമാണ് എന്നുള്ളതാണ്. സോ ഇറ്റ്സ് പ്യോർലി മാറ്റർ ഓഫ് ഹോം സിറ്റുവേഷൻ ആൻഡ് ഓൾസോ ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ടീച്ചേഴ്സ്. ആൻഡ് തീർച്ചയായിട്ടും ടീച്ചേഴ്സ് എന്ന് ഞാൻ പറയുന്നത് അക്കാഡമിക് ടീച്ചേഴ്സിനെ മാത്രമല്ല, ഈ കാലത്ത് ഈ സൺഡേ സ്കൂൾ അധ്യാപകരുടെ വലിയൊരു റോളാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാം അക്കാഡമിക്സിൽ നിൽക്കുന്നവരാണ്. ഈ പാഠങ്ങൾ പഠിപ്പിക്കുക, കരിക്കുലം ഫിനിഷ് ചെയ്യുന്നതിൽ അപ്പുറത്തേക്ക് ഒന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് പോലും ഇല്ലാത്ത ഒരു അവസരങ്ങളാണ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഇവിടെയാണ് ഈ സൺഡേ സ്കൂൾ പോലെയുള്ള സ്പിരിച്വൽ ഓർഗനൈസേഷൻസിന്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. ഞാനത് പറയുന്നത് ഇതൊരു സ്പിരിച്വൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ഉദാഹരണത്തിലൂടെ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. സിമ്പതിയും എമ്പതിയും തമ്മിൽ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്, നമ്മൾ ഒരു രോഗിക്ക് പൈസ തുക കൊടുക്കുന്നത് ഒരു സിമ്പതിയാണ്. അതേ സമയത്ത് അപ്പൊ രോഗിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ആ വീടിന്റെ ഫീലിങ്സ് നാം മനസ്സിലാക്കുകയും നമ്മുടെ പേഴ്സണൽ പ്രശ്നമായി മാറ്റിയെടുക്കുകയും ചെയ്താൽ അതൊരു എമ്പതിയായി മാറുകയും ആണല്ലോ. ഇപ്പൊ മുമ്പ് പറഞ്ഞ ചോദ്യത്തിന്റെ ഒരു ഉത്തരം പറയാൻ സാധിക്കുന്നത്, കുട്ടികളെ സംബന്ധിച്ചോളം ഈ ക്യാൻസർ പേഷ്യൻസിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക, വൃദ്ധസദനങ്ങളിൽ കൊണ്ട് കാണിക്കുക, അവരുടെ പ്രശ്നങ്ങൾ അവരോടൊപ്പം ചെലവഴിക്കാനായിട്ട് സമയം കണ്ടെത്തുക ചെയ്താൽ കുട്ടികൾക്ക് സിമ്പതിയെക്കാട്ടിലും എമ്പതി മനസ്സിൽ രൂപപ്പെടുകയും ചെയ്യുമല്ലോ. അച്ഛന്റെ അഭിപ്രായത്തിൽ എന്താണ് ഇതിന്റെ? തീർച്ചയായിട്ടും അതെ. ഈ അല്ല, ഞാൻ ചില അവസരങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ വൃദ്ധരായ അല്ലെങ്കിൽ വല്യമ്മച്ചിമാരുടെ അടുത്തുനിന്ന് ഈ കുഞ്ഞുങ്ങളെ അത്രയ്ക്ക് താല്പര്യത്തോടു കൂടി നിർത്തുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു ജനറേഷൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ രോഗവും അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഈ മരണ വീടുകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു പാവമാണെന്നും അവർക്ക് എന്തോ ഒരു മെന്റൽ ഷോക്ക് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും വെസ്റ്റില് അമേരിക്ക, യൂറോപ്പ് രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ ഒരിക്കലും മരണ വീടുകളിൽ കൊണ്ടുപോകാൻ അവരെ അനുവദിക്കത്തില്ല. ഒരു വീട്ടിലൊരു മരണം നടന്നാൽ അടുത്ത ദിവസം തന്നെ സ്കൂളിലെ കൗൺസിലേഴ്സ് വന്ന് അവരെ കൗൺസിൽ ചെയ്യും, അങ്ങനെയാണ്. പക്ഷെ ജനനവും മരണവും വിവാഹവും ഇതെല്ലാം തന്നെ ഒരു സൈക്ലിക് പാറ്റേൺ ആയിട്ട് കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ തലമുറകളുടേത് എന്ന് പറയുന്നത്. അപ്പൊ സാറ് പറയുന്ന പോലെ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസും എക്സ്പോഷേഴ്സും അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് നമുക്ക് അങ്ങനെയുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ
പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സഭാതലത്തിലാണെങ്കിൽ തന്നെയും പലപ്പോഴും സിമ്പതിയാ കാണുന്നത്. കാരണം കുറച്ചു പേർക്ക് വീട് വെക്കാൻ പൈസ കൊടുക്കുന്നു, കുറച്ചു പേർക്ക് കല്യാണം കഴിപ്പിക്കാനായിട്ട് പൈസ കൊടുക്കുന്നു, രോഗിക്ക് കുറച്ച് രൂപ കൊടുക്കുന്നു, അത് വലിയ വലിയ അഡ്വർടൈസ്മെന്റ് നടത്തുന്നു. പക്ഷെ ആ രോഗിയുടെ ഭവനത്തിൽ പോയി അവർക്ക് എന്താണ് കുറവെന്നും അവരോടൊപ്പം അവർക്ക് ആവശ്യങ്ങൾ എന്താണെന്ന് നിരന്തരം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല. എമ്പതി ഡെവലപ്പ് ചെയ്യുന്നു ഉണ്ടാകുന്നുണ്ട്. 2, വൃദ്ധസദനങ്ങള്, ഡിസേബിൾഡ് പേഴ്സൺസ്, കുട്ടികൾ, അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക ഒക്കെ ചെയ്താല് ഒരു എമ്പതി ഭാഗത്തേക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. കമ്പാഷനേറ്റ് അച്ഛൻ പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കമ്പാഷനേറ്റ് ടൈപ്പ് ഓഫ് എമ്പതിയിലെ കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് സഭാതലത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതൊരു കമ്പാഷനേറ്റ് കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് അവിടെയാണ്. എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ യുവതലമുറ, ഞാൻ ഉൾപ്പെടുന്ന ജനറേഷനെയോ മുൻ തലമുറയോ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയല്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളിൽ, ഇപ്പോഴത്തെ ഒരു 18-20 വയസ്സിലും അങ്ങനെയുള്ള കുട്ടികളിൽ ഇത്തരത്തിലുള്ള വളരെ ആശാവഹമാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യുവാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള അവരുടെ മനസ്സ് ഉണ്ട്, അതിനുള്ള സമയം അവർ കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ ആശാവഹമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് മനസ്സിലായി. ഐ ഫീൽ ഹൗ യു ഫീൽ, ഫീലിംഗ് വിത്ത് യു എന്ന് പറയുന്ന കൊട്ടേഷന് വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു കൊട്ടേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പറഞ്ഞതാ വാക്കുകളാണ് പറഞ്ഞത്. അത്ര മനസ്സിലാക്കുവാനായിട്ട് പുസ്തകത്തിൽ നിന്ന് റെഫർ ചെയ്ത് പുസ്തകത്തിന്റെ അടർത്തിയെടുത്ത് സംസാരിച്ചത് എന്നെ സംബന്ധിച്ചോളം നല്ലതായിട്ട് തോന്നി. അച്ഛൻ്റെ സെഷൻ വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. ഞാൻ അച്ഛൻ്റെ തോട്ടും എൻ്റെ തോട്ടും തമ്മിൽ ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ എനിക്ക് കാര്യം പറയാനുള്ളത്, ഇനി പറയുന്ന ഒരു വിമർശനമായിട്ട് നമ്മൾ ആരും എടുക്കണ്ട. നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. യേശു ക്രിസ്തു ആയിരുന്നു ഏറ്റവും എമ്പതിയുള്ള ആള്. ആ സ്ത്രീയെ കല്ലെറിഞ്ഞപ്പോ യേശു നടത്തിയ ഇടപെടലാണ് എമ്പതിയുടെ ഒരു ഉദാഹരണം. പക്ഷെ കുറെ നാളുകളായി ഞാൻ വീക്ഷിക്കും, ക്രിസ്ത്യാനികൾക്ക് ഒരു എമ്പതിയില്ല. സോ ഈ ക്ലാസ് നമ്മളെയൊക്കെ സഹായിക്കട്ടെ. നമ്മൾ സ്പിരിച്വാലിറ്റി ഉള്ള ആളുകളല്ല ഇപ്പൊ, നമ്മളൊക്കെ റിലീജിയസ് ആയി മാറി. അത്രേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഫിലോസഫിയും എമ്പതിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഫിലോസഫിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലോസഫിയാണ്. അച്ഛൻ പറഞ്ഞ ആ കമ്പാഷനേറ്റ് എമ്പതിയാണ് കൂടുതൽ നമുക്ക് പ്രിഫർ ചെയ്യേണ്ടത് കോഗ്നിറ്റീവ് തലങ്ങളിലൊക്കെ. പിന്നെ അച്ഛൻ കാണിച്ച ആ വീഡിയോ, അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. അച്ഛൻ ഒരുപാട് നന്ദി ആ വീഡിയോയ്ക്ക്. കാരണം ഞാനും ഇങ്ങനെ ക്ലാസ് എടുക്കുന്നയാളാണ്, അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒന്നാം തരം വീഡിയോ ആണ്. താങ്ക് യു വെരി മച്ച് ഫാദർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
അതെ അതെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് അച്ഛൻ. പക്ഷെ വളരെ നല്ല സെഷൻ ആയിരുന്നു. ഞാനും വളരെ നന്നായിട്ട് ആസ്വദിച്ചു. അല്ല, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതിന്റെ ഒരു സ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് കുട്ടികളെയൊക്കെ കൊച്ചുനാൾ മുതൽ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് അവർക്ക് ഷെയർ ചെയ്യാനും അവര്